ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരട്ടിപ്പൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ ജ്യൂസ് റെഡിയാക്കുന്നത് വാട്ടർ മെലോൺ അഥവാ വത്തക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് റെഡിയാക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ്, കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും ഉണ്ടാക്കിയിട്ട് കഴിക്കും, അത്രയും ടേസ്റ്റാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതുപോലെ ഒരു ബൗളെടുത്തിട്ട് 2 സ്പൂണ് കസ്കസാണ് നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്നത്. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ട് വരുമ്പോഴത്തേന് ഇത് റെഡി ആയിട്ട് വരും. അപ്പം ഇനി നമ്മൾ നല്ലതുപോലെ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം, നമ്മുടെ ജ്യൂസ് റെഡിയാക്കാം. അപ്പം നമ്മുടെ ജ്യൂസിലേക്ക് വേണ്ടിയിട്ട് ഞാനിതുപോലെ വത്തക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരു ഒന്നും കളഞ്ഞെടുത്തിട്ടില്ല, കുരു എടുക്കണം എന്നുള്ളത് നിർബന്ധമില്ല. അപ്പം ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വത്തക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ടാക്കി വെച്ചിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പേക്കിൻ്റെ പകുതി പാലാണ് ഞാനിപ്പോൾ കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ കുരു ചേർക്കാതെ അടിച്ചെടുക്കാൻ, കുരു ഒഴിവാക്കിയിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കുരു ചേർത്ത് അടിച്ചതുകൊണ്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. കണ്ടില്ല, നമ്മളിതുപോലെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ കുരു അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കുരു കൊടുക്കാൻ അടിച്ചാലും ഒരു കുഴപ്പമില്ല, അതുപോലെ അരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വത്തക്കേനെ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുരു കളയണം, കാരണം നമ്മൾക്കൊന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ കസ്കസും ഇതുപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.